നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകളായ +2 മെയിൻ പരീക്ഷ, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSCയുടെ ഏറ്റവും പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഐ ഡാഷ് ദ ചോയ്സ് ഓഫ് മേക്കിംഗ് എയ്തർ ആൻ ഓറൽ ഓർ എ റിട്ടൺ റിപ്പോർട്ട്, ഐ ഡാഷ് ദ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗേവ്, കുഡ് പിക്ക്, had been given, might pick, would have given, had picked, were given, would pick. അപ്പോൾ ഇതെന്താണ്? ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് മനസ്സിലായി. കാരണം എന്താ, ഇവിടെ ഇഫിലാണ് ഈ പാർട്ട് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം ഇഫ് ക്ലോസ് ടെൻസ് വൈസ് 3 തരമുണ്ട്. ഏതൊക്കെയാണ്? ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്, ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ്, ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി കണ്ടീഷൻ വൈസിലോ 4 തരത്തിലുണ്ട്. അതേതൊക്കെയാണ്? ഇഫ് ക്ലോസ് ഇൻ സീറോ കണ്ടീഷൻ, ഇഫ് ക്ലോസ് ഇൻ പ്രോബബിൾ കണ്ടീഷൻ, ഇഫ് ക്ലോസ് ഇൻ ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇഫ് ക്ലോസ് ഇൻ ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇഫ് ക്ലോസ് ഇൻ സീറോ കണ്ടീഷനും ഇഫ് ക്ലോസ് ഇൻ പ്രോബബിൾ കണ്ടീഷനുമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നത്. ഇഫ് ക്ലോസ് ഇൻ ഇംപ്രോബബിൾ കണ്ടീഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയും. ഇഫ് ക്ലോസ് ഇൻ ഇമ്പോസിബിൾ കണ്ടീഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എങ്ങനെയല്ല, നമ്മൾ ടെൻസ് വൈസ് 3 തരമാണ് ഉള്ളത്. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്കിവിടെ ഇഫ് ക്ലോസ് ഒന്നുകിൽ സിമ്പിൾ പാസ്റ്റ് വരണം, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് വരണം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരണം. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഇത്തരത്തിൽ സിമ്പിൾ പ്രസൻറ്റോ സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് പെർഫെക്റ്റോ ഉണ്ടോ എന്ന് നോക്കുക. എവിടെ? ഈ ഇഫ് ക്ലോസ് വരേണ്ട ഭാഗത്ത്. അതാണല്ലോ ആദ്യം തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഗേവ് വന്നിട്ടുണ്ട്. എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നോക്കുക. ഹാഡ് ബീൻ ഗിവൻ. ഹാഡ് ബീൻ ഗിവൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതായത് പാസീവ് വോയിസ്. പാസീവ് വോയിസുള്ള പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് പരിഗണിക്കാം. ഇനി നോക്കുക, വുഡ് ഹാവ് ഗിവൻ. ഇഫ് ക്ലാസിൻ്റെ കൂടെ ഇതുപോലെ വുഡ് ഹാവ്, ഷുഡ് ഹാവ് കയറി വരില്ല. അതുകൊണ്ട് ഇത് നമുക്ക് തുടക്കത്തിൽ വെട്ടാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് വേർ ഗിവൺ ആണ്. വേർ ഗിവൺ എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഏത് വോയിസ്? പാസീവ് വോയിസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് എയും ബിയും ഡിയും നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ്, ഇതും സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ അങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ 2 പാസ്റ്റ് പെർഫെക്റ്റിൽ 1 നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുഡ് പ്ലസ് V1 എഴുതാം. അപ്പോൾ ഇത് നമുക്ക് ശരിയായൊരു ജോഡിയാണ്. ഇനി അടുത്ത് നോക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്, പാസീവ് വോയിസ് ആണ്. എന്തായാലും ഏത് വോയിസ് ആയാലും ഇഫ് ക്ലോസിന് ശേഷം വരേണ്ടത് എങ്ങനെ? ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇഫ് ക്ലോസിന് ശേഷം വരേണ്ടത് എങ്ങനെയായിരിക്കണം? വുഡ് ഹാവ്, മൈറ്റ് ഹാവ്, ഷുഡ് ഹാവ് പ്ലസ് V3 എന്ന രീതിയിൽ വരണം. ഇവിടെ മൈറ്റ് പ്ലസ് V1 എന്നാണ് വന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയാണെങ്കിലും ഈ രണ്ടാമത്തെ ഭാഗം തെറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എഴുതാം. വുഡ് പ്ലസ് V1 എഴുതാം. അപ്പോൾ ഇത് നമുക്ക് പരിഗണിക്കാം. അപ്പം നമുക്ക് നിലവിൽ ഈ 2 നമുക്ക് പരിഗണിക്കാൻ പറ്റുക. ഇനി ഇത് നമുക്ക് ഇതുമായി ലിങ്ക് ചെയ്യുമ്പോൾ സെൻറ്റൻസിൽ കറക്റ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇഫ് ഐ ഡാഷ് ദ ചോയ്സ് ഓഫ് മേക്കിംഗ് ഐദർ ആൻ ഓറൽ ഓർ എ റിട്ടൺ റിപ്പോർട്ട്. അതായത് എനിക്ക് ഒരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ ഏത്? ഓറൽ ഓർ എ റിട്ടൺ റിപ്പോർട്ട്. ഓറലോ അല്ലെങ്കിൽ റിട്ടൺ റിപ്പോർട്ടോ. അങ്ങനൊരു ചോയ്സ് ഉണ്ടാക്കാൻ എന്നോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങൊരു അവസരം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ ഞാനല്ല കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഗേവ് എഴുതി വെച്ചാൽ എന്തായി പോകും? ഞാനൊരു അവസരം കൊടുത്തെങ്കിൽ എന്നായി പോകും.
ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്കൊരവസരം കിട്ടിയെങ്കിൽ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റാണ്. ഈ ഐ ഇവിടെ ഒബ്ജക്റ്റാണ്. അതായത് ഈ ഇഫ് ക്ലോസ് ഏത് വോയിസ് ആണ്, പാസീവ് വോയിസ് ആണ്. നമുക്കറിയാം പാസീവ് വോയിസിന്റെ പൊതുവായിട്ടുള്ള വെർബ് ഫോം എങ്ങനെയാണ്, നമ്മളിത് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ബി ഫോംസ് പ്ലസ് V3, ബിയുടെ രൂപങ്ങൾ പ്ലസ് V3 എന്ന് വരണം. ഇവിടെ നമുക്ക് ഗേവ് വന്നുള്ള കുഴപ്പം എന്താ, ഗേവ് എന്ന് പറയുന്നത് എന്താണ്, ഡിഡ് പ്ലസ് V1 ആണ് ഗേവ്. അപ്പൊ ഇത് പാസീവ് വോയിസ് ആയതുകൊണ്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല. കാരണം ഇത് ഏത് ഫോമാണ്, ആക്റ്റീവ് ഫോമാണ്. ആണ് നമുക്കിതിനെ കളയാം. ഇനി ഇവിടെ പാസീവ് ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബിയുടെ രൂപങ്ങളാണ് വരേണ്ടത്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് പറയുന്നത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതൊക്കെയാ, വാസും വേറുമാണ്. എന്താണ്, വാസും വേറും. നമുക്കറിയാം ഐ വാസും നമ്മൾ പറയും. അപ്പോൾ ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കും, വേർ. പക്ഷെ ഇവിടെ എന്താണ് സംഭവം, ഒരു കണ്ടീഷനെ പറയുകയാണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ പറയുമ്പോൾ നമ്മൾ ഐ വന്നാൽ നമ്മൾ ഏത് ഫോമേ ഉപയോഗിക്കാവൂ, പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പാസീവ് വോയിസ് ആയിരിക്കുകയും വേണം, സിമ്പിൾ പാസ്റ്റീവ് ആണ്. അങ്ങനെ വാസോർ വേർ പ്ലസ് V3 എന്ന് വരണം. ഇവിടെ ഐ സിംഗുലർ ആണ്, പക്ഷെ നമ്മളിവിടെ വേർ എഴുതുന്നു. കാരണം എന്താ, ഇതൊരു കണ്ടീഷൻ ആയതുകൊണ്ട്, ഇഫ് ക്ലാസ്സിൽ തുടങ്ങുന്നതായതുകൊണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ വേർ ഗിവൺ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ വേർ ഗിവൺ എഴുതിക്കുമ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റായി. സിമ്പിൾ പാസ്റ്റിന് ആയിട്ടുള്ള ഇഫ് ക്ലോസിന്റെ അടുത്ത ഭാഗം എങ്ങനെ ആയിരിക്കണം, വുഡ് ഓർ ഷുഡ് ഓർ കുഡ് പ്ലസ് V1 എന്നായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, വുഡ് പിക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഈ ഓപ്ഷനാണ്. ഏതാണ്, വേർ ഗിവൺ ആൻഡ് വുഡ് പിക്ക്. അപ്പോൾ അങ്ങനെ പറയാം, ഇഫ് ഐ വേർ ഗിവൺ ദ ചോയ്സ് ഓഫ് മേക്കിംഗ് എയ്തർ ആൻ ഓറൽ ഓർ എ റിട്ടൺ റിപ്പോർട്ട്, ഐ വുഡ് പിക്ക് ദ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്. ഞാൻ എടുക്കുകയായിരിക്കും, രണ്ടാമത്തതായിരിക്കും. അപ്പോൾ എനിക്കാരെങ്കിലും തന്നാലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് പാസീവ് വോയിസ് ആണ് ഇഫ് ക്ലോസ്. പക്ഷേ ഇവിടെ ആക്റ്റീവ് വോയിസ് ആണ് രണ്ടാമത്തത്. അതുകൊണ്ടാണ് നമ്മൾ വുഡ് പിക്ക് എന്ന് എഴുതിയത്. കാരണം ഇവിടെ ഞാനാണ് ചെയ്യുന്നത്, ഐ, ഞാനാണ് രണ്ടാമത്തത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് വോയിസ് ആണ് രണ്ടാമത്തെ ഭാഗം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, എ കോമ്പിനേഷൻ ഓഫ് ഇമാജിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഡാഷ് പീറ്റർ ഡാഷ് എൻറ്റയർലി ന്യൂ ലൈൻസ് ഓഫ് റിസർച്ച് കൺസേൺഡ് വിത്ത് ദ വേ ആനിമൽസ് സർവൈവ് എക്സ്ട്രീം എൻവയറൺമെൻറ്റൽ കണ്ടീഷൻസ്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഇതെന്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ PSC ഇത്തരത്തിലൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ എന്താ പറയുന്നത്, എ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. എന്തിൻ്റെ, ഇമാജിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. ഇമാജിനേഷൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും കോമ്പിനേഷൻ. അങ്ങനെ ആകുമ്പോൾ എ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗം എന്താണ്, ഇവിടുത്തെ സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് എന്താണ്, ഇവിടെ സിംഗുലർ ഫോമാണ്. എന്താണ്, സിംഗുലർ ഫോമാണ് ഈ സബ്ജക്റ്റ്. സിംഗുലറാണ്. കാരണം എന്താ, എ കോമ്പിനേഷൻ എന്ന് വന്നു. അപ്പൊ ഈ സബ്ജക്റ്റിനെ എഗ്രി ചെയ്യുന്നതായിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പം സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കണം, സിംഗുലർ ഫോം ആയിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഭാഗത്ത്, അതായത് ഈ ഓപ്ഷനിൽ ആദ്യം വന്നിരിക്കുന്ന ഭാഗം സിംഗുലർ ആയിട്ടുള്ള വെർബുള്ളതാണോ എന്ന് നോക്കുക. അങ്ങനെ അത് നമുക്ക് പരിഗണിക്കാം. ഇവിടെ നോക്കുമ്പോൾ അലോ, അലോ എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ഫോമാണ്. തുടക്കത്തിൽ നമുക്ക് ഇതിനെ വെട്ടാം. ഇനി അടുത്ത് ഹാവ് അലോഡ്, ഹാവ് വരുമ്പോഴും പ്ലൂറലാണ്, അതും വെട്ടാം. വേർ അലോഡ് എന്ന് പറയുമ്പോൾ അതും പ്ലൂറലാണ്, അതും നമുക്ക് വെട്ടാം. ഇനി നമ്മുടെ അലോഡ്, അലോഡ് എന്ന് പറയുമ്പോൾ എന്താ, സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതിനെന്തില്ല, സിംഗുലറോ പ്ലൂറലോ ഇല്ല. സബ്ജക്റ്റ് ഏതായാലും നമുക്ക് ഇതെഴുതാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ, അതായത് ഈ എ കോമ്പിനേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പരിഗണിച്ചപ്പോൾ തന്നെ
നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റി. അപ്പോൾ ഈ ബാക്കിയെല്ലാം വെട്ടിപ്പോയി. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് പരിഗണിക്കാൻ പറ്റുക. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഇതും ഓക്കെയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ കോമ്പിനേഷൻ ഓഫ് ഇമാജിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ അലൗഡ് പീറ്ററിനെ അനുവദിച്ചു. എന്തിന്? ടു ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ഇത് ഓക്കെയാണ്. ബാക്കി നമുക്ക് വായിച്ച സമയം കളയണ്ട. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആയിരിക്കും നമ്മൾ പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക. ദ സയൻറ്റിസ്റ്റ് ഹൂ ഡാഷ് ഡോളി ദ ഷീപ്പ്, ദ വേൾഡ്സ് ഫസ്റ്റ് ക്ലോൺ മാമൽ, ഡാഷ് എ ലൈസൻസ് ഓൺ ട്യൂസ്ഡേ ടു ക്ലോൺ ഹ്യൂമൻ എംബ്രിയോസ് ഫോർ മെഡിക്കൽ റിസർച്ച്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ആൻസർ ചെയ്യുക. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹാസ് ക്രിയേറ്റഡ്, അടുത്ത ഹാസ് ബീൻ ഗ്രാൻഡഡ്, ഹാഡ് ക്രിയേറ്റഡ്, ഗ്രാൻഡഡ്, ക്രിയേറ്റഡ്, വാസ് ഗ്രാൻഡഡ്, വിൽ ബി ക്രിയേറ്റിംഗ്, ഹാസ് ഗ്രാൻഡഡ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താ? ഈ സെൻറ്റൻസിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അത് ഇടകലർന്ന് കിടക്കുക. ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ദ സയൻറ്റിസ്റ്റ് ഡാഷ് എ, ഇത്രയും ഭാഗം, ഇത് ഒരു ഭാഗമാണ്. ഇനി ഹൂ തൊട്ട് ഈ മാമൽ വരെ രണ്ടാമത്തെ ഭാഗമാണ്. ഓക്കെ, അതായത് ഈ സെൻറ്റൻസിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. അതായത് ദ സയൻറ്റിസ്റ്റ് ഡാഷ് എ ലൈസൻസ് ഓൺ ട്യൂസ്ഡേ ടു ക്ലോൺ ഹ്യൂമൻ എംബ്രിയോസ് ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് മെയിൻ ക്ലോസും, ഹൂ ഡാഷ് ഡോളി ദ ഷിപ്പ് ദ വേൾഡ്സ് ഫസ്റ്റ് ക്ലോൺ മാമൽ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസുമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം മെയിൻ ക്ലോസിൻ്റെ പരിഗണിക്കണം. മെയിൻ ക്ലോസിൻ്റെ വെർബ് നമുക്ക് ഇവിടെയാണ് എഴുതേണ്ടത്. എവിടെ? ഈ ഭാഗം. അപ്പം ഇതെന്ന് പറയുന്നത് പല പല ടെൻസിൽ കൊടുത്തിരിക്കുകയാണ് ഈ ഓപ്ഷൻസ്. അപ്പോൾ ഈ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടൈമിംഗ് വേർഡിനെ നോക്കണം. ഇവിടെ നമുക്ക് ടൈമിംഗ് വേർഡ് വന്നിട്ടുണ്ട്, ട്യൂസ്ഡേ എന്ന് പറയുന്നത്. ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നിശ്ചിത ദിവസമാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് സിൻസോ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ പോയിന്റ് ഓഫ് ടൈം മാത്രമായിട്ട് വരികയാണെങ്കിൽ അവിടെ വരേണ്ട ടെൻസ് ഒന്നുകിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. അപ്പോൾ ഈ ട്യൂസ്ഡേ എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് ബാധകം? ഈ പറയുന്ന ഡാഷിൻ്റെ അടുത്താണ്. അത് വ്യക്തമാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ വരേണ്ടത് നമ്മൾ പറഞ്ഞു ഒന്നുകിൽ സിമ്പിൾ പാസ്റ്റ്, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ്, അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ ഈ രണ്ടാമത് വന്നിരിക്കുന്നതിനകത്ത് സിമ്പിൾ പാസ്റ്റോ സിമ്പിൾ ഫ്യൂച്ചറോ സിമ്പിൾ പ്രസന്റോ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഹാസ് ബീൻ ഗ്രാൻഡഡ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, ഒപ്പം പാസീവ് വോയിസ് ആണ്. അപ്പോൾ പാസീവ് വോയിസ് ഉള്ള പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് അല്ല വേണ്ടുന്നത്. ഇനി ഗ്രാൻഡഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് നമുക്ക് പരിഗണിക്കാം. വാസ് ഗ്രാൻഡ് എന്ന് പറയുമ്പോഴും സിമ്പിൾ പാസ്റ്റ് ആണ്. ഏത് വോയിസ്? പാസീവ് വോയിസ്. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് പരിഗണിക്കാം. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, അപ്പം പാസീവ് വോയിസുമാണ്. ഇനി ഹാസ് ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഈ പറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. കാരണം എന്താ? രണ്ടാമത് എന്ത് വരണം? ഒന്നുകിൽ സിമ്പിൾ പ്രസന്റ് വരണം, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് വരണം, അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ വരണം. കാരണം എന്താ? ഇവിടെ ഒരു പോയിന്റ് ഓഫ് ടൈം വന്നതുകൊണ്ട്. അങ്ങനെയുള്ളടത്ത് സിമ്പിൾ ടെൻസുകളെ വരാവും. അതിന് തൊട്ട് മുമ്പ് എന്തില്ല എങ്കിൽ സിൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എങ്കിൽ, ഈ ഒരു അല്ലെങ്കിൽ സിൻസോ ബയ്യോ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ, പോയിന്റ് ഓഫ് ടൈം മാത്രമേ ഉള്ളെങ്കിൽ, ഒരു നിശ്ചിത ദിവസമോ ഒരു നിശ്ചിത സമയമൊക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ വരേണ്ടത് ഒന്നുകിൽ സിമ്പിൾ പ്രസന്റ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ, അതായത് സിമ്പിൾ ടെൻസുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ വന്നിരിക്കുന്ന ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. രണ്ടിടത്തും സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ പാസീവ് വോയിസ് ഉള്ളതാണോ അതോ ആക്റ്റീവ് വോയിസിലുള്ളതാണോ? അത് ഇവിടെ വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ദ സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ, ഹു ഡാഷ് ഡോളി ദ ഷിപ്പ് ദ വേൾഡ്സ് ഫസ്റ്റ് ക്ലോൺ മാമൽ. അദ്ദേഹം എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു ലോകത്തെ ആദ്യത്തെ ക്ലോൺഡ് മാമൽ, അത് ഡോളി. അങ്ങനെ ചെയ്ത സയൻറ്റിസ്റ്റിനെ ഗ്രാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഗ്രാൻഡ് ചെയ്തതല്ല, അദ്ദേഹത്തിന് വേണ്ടി ഗ്രാൻഡ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തു എന്നർത്ഥമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുവദിച്ചു എന്നർത്ഥമില്ല.
അപ്പോൾ ഇവിടെ അനുവദിക്കുക അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി ഇദ്ദേഹമല്ല ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എടുത്ത ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുകയാണെങ്കിൽ അവിടെ വരേണ്ട വെർബ് എന്തായിരിക്കണം? പാസീവ് ഫോമിലായിരിക്കണം. അങ്ങനെ ഇതാണ് കറക്റ്റ്. അങ്ങനെ ഇത് കറക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും ശരിയാകും. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കറക്റ്റാക്കി നോക്കുക. അത് കറക്റ്റാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റാണ് ഈ സിമ്പിൾ പാസ്റ്റ്. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ക്രിയേറ്റർ എന്നുള്ളതാണ് വരേണ്ടത്, അത് സൃഷ്ടിച്ച. അപ്പോൾ അത് ഇദ്ദേഹമാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ഹൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൂ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഈ ക്ലോസിൽ ഈ ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആക്റ്റീവ് വോയിസ് വന്നത്, ക്രിയേറ്റഡ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക. മൈ മദർ ഈസ് മേക്കിംഗ് എ സ്റ്റഡി റിക്കവറി ഫ്രം ഫ്ലൂ ആൻഡ് ഡാഷ് ഹോസ്പിറ്റൽ ബൈ നെക്സ്റ്റ് വീക്ക്. ഇവിടെ കുഡ് ഹാവ് ലെഫ്റ്റ്, ഈസ് ലീവിങ്, ഹാസ് ലെഫ്റ്റ്, വിൽ ഹാവ് ലെഫ്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ടൈമിംഗ് വേർഡ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കുമ്പോൾ ബൈ നെക്സ്റ്റ് വീക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ടൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം നെക്സ്റ്റ് വീക്ക് എന്ന് മാത്രമാണെങ്കിൽ അതെന്താ? സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ടൈമിംഗ് വേർഡാണ്. എന്നാൽ ഒരു സിമ്പിൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന പോയിന്റ് ഓഫ് ടൈമിന് തൊട്ട് മുമ്പായിട്ട് ബൈ എന്ന് വരികയാണെങ്കിൽ, അത്തരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന രീതിയിൽ വരണം. അപ്പോൾ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്. നമുക്കിനി വിൽ ഹാവ് ഷാൾ ഹാവ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് V3 നമ്മളുണ്ടോ നോക്കുക. ഇവിടെ നമുക്കുണ്ട് വിൽ ഹാവ്, പിന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് V3 ആണ്, ലീവിൻ്റെ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക. ഡാഷ് എ സെലിബ്രിറ്റി അറൈവ്സ് ഇൻ ഇസ്താൻബുൾ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പോർട്ടേഴ്സ് ആസ്ക് ദം ഈസ് ഡാഷ് ദേ ലൈക്ക് ഇസ്താൻബുൾ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? സമയങ്ങളെ സൂചിപ്പിക്കുന്ന എന്താണ് വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത്? ആദ്യത്തേത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആദ്യത്തെ ഭാഗം എല്ലാം സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഇവിടെ വരേണ്ടത് അപ്പോൾ സമയത്തെ സൂചിപ്പിക്കേണ്ട ഓപ്ഷനാണ്. നമുക്ക് മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നോക്കുക. ഇവിടെ ഏത് ടൈമിംഗ് വേർഡ് എഴുതണം എന്നുള്ളത് ഇവിടെ തന്നിരിക്കുന്ന ടെൻസിനെ ആശ്രയിച്ചാണ്. ഇവിടുത്തെ ടെൻസ് എന്താണ്? അറൈവ്സ് എന്നാണ്. എന്താണ്? അറൈവ്സ്. ആദ്യത്തെ ടെൻസാണ് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ ഇതിൽ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈമിംഗ് വേർഡ് ഏത്? നമുക്കറിയാം എവരി, എവരി ഡേ, എവരി ടൈം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സിമ്പിൾ പ്രസന്റിൻ്റെ ടൈമിംഗ് വേർഡാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ അടുത്ത് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഇവിടെ വരും. അപ്പോൾ എന്തായിരിക്കും? എവരി ടൈം എ സെലിബ്രിറ്റി അറൈവ്സ് ഇൻ ഇസ്താൻബുൾ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പോർട്ടേഴ്സ് ആസ്ക് ദം ഈസ് ഹൗ ദേ ലൈക്ക് ഇസ്താൻബുൾ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കുക. ഷീ ഫെയിൽഡ് ടു ഗെറ്റ് എനിവൺ ടു റിപ്പയർ ദ ടാപ്സ് ഫോർ ഹർ അറ്റ് ദ വീക്കെൻഡ്. ഡാഷ് കുഡ് ഷീ ഡു ഇറ്റ് ഓൺ ഹർ ഓൺ. ഇവിടെ അസ് വരുമോ, നോർ വരുമോ, ഒൺലി ഇഫ് വരുമോ, സോ വരുമോ? നമുക്കിത് ഇവിടെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഡാഷിന് ശേഷം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കുഡ് ഷീ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. കുഡ് ഷീ ഡു എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഏത് സ്ട്രക്ചറാണ്? ഓക്സിലറീസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഓക്സിലറീസിൻ്റെ ഭാഗത്താണ് കുഡ്, സബ്ജക്റ്റ് ആയിട്ട് ഷീ വന്നിട്ടുണ്ട്, വെർബായിട്ട് ഇവിടെ ഡു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ഇൻട്രോഗേറ്റീവ് സ്റ്റൈലാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഭാഗമോ ഇത്തരത്തിൽ ആരംഭിക്കുന്നുവെങ്കിൽ അവിടെ തൊട്ട് മുമ്പ്, ആ സെൻറ്റൻസിന് തൊട്ട് മുമ്പ് ഒരു നെഗറ്റീവ് വേർഡ് വരണം. അപ്പോൾ നമുക്കിവിടെ ഒരു നെഗറ്റീവ് വേർഡ് വന്നാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നെഗറ്റീവ് വേർഡ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും, നോർ. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളിൽ എല്ലാ കോഴ്സിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആണ് നമ്മൾ പോകുന്നത്, ഒപ്പം അഡ്വാൻസ്ഡ് ലെവൽ. ഓക്കെ,
അപ്പോൾ നോർ കുഡ് ഷീ ഡു ഇറ്റ് ഓൺ ഹെർ ഓൺ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കുക, യു വുഡ് നോട്ട് എക്സ്പെക്ട് എനിവൺ ഡാഷ് ഇന്റലിജന്റ് ടു മേക്ക് ഡാഷ് സ്റ്റുപ്പിഡ് മിസ്റ്റേക്ക് ബട്ട് ഹി ഡിഡ് സോ. ഇത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയാൻ പറ്റും. കാരണം ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ അഡ്ജക്റ്റീവിൻ്റെ തൊട്ടുമുമ്പിൽ ഏതൊക്കെ വരാം നോക്കുക. സോ വരാം, ടു വരാം, അസും വരാം, മോറും വരാം. നമ്മൾ ഈ അസ് മോർ ദാൻ എന്തിനെ നമ്മൾ താരതമ്യം ചെയ്യുകയല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് വേണ്ട. ഇനി നമ്മുടെ കയ്യിലുള്ളത് ടൂവും സച്ചും സോയും ദാറ്റുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു വന്നു കഴിഞ്ഞാൽ അവിടെ വരേണ്ടത് എന്താണ്? ടു ആണ്. ടു വരികയാണെങ്കിൽ ആ സെൻറ്റൻസ് തൊട്ടപ്പുറത്ത് ടു വരണം. എന്നാൽ ഇവിടെ സച്ചാ വന്നിരിക്കുന്നത്, അത് പറ്റത്തില്ല. സോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് എഴുതാം. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സോ ദാറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഐ ഡോണ്ട് സപ്പോസ് യു ആർ ടെല്ലിങ് അസ് ദ ട്രൂ വേർഷൻ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഇതെന്താണ്? ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ രണ്ട് സഹായക്രിയുണ്ട്, ഡൂവും ഇവിടെ ആറും. ഇതിലേതെഴുതും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടുത്തെ സബ്ജക്റ്റുകളെ നമ്മൾ നോക്കുക. ഈ പറയുന്ന ആദ്യത്തെ വന്നിരിക്കുന്ന ഭാഗത്ത് സഹായക്രിയക്ക് തൊട്ട് മുമ്പ് ഐ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ പരിഗണിക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കുമ്പോൾ ആറിന് ശേഷം യു ആണ് വന്നിരിക്കുന്നത്, ഇത് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇതിൻ്റെ ടാഗാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ആർ നമുക്ക് എഴുതാം, ആർ. ഇനി ഈ ഭാഗത്ത് നെഗറ്റീവ് വേർഡ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻറ്റു കൊടുക്കാം. പിന്നെ യുവിൻ്റെ പ്രൊനൗൺ യു തന്നെയാണ്. അപ്പോൾ ആർ ഇൻറ്റു യു. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, some people argue that certain oriental relaxation techniques dash yoga and meditation are extremely effective in the treatment of high blood pressure. അപ്പോൾ ഇവിടെ എന്ത് വരും? സോ വരുമോ, ജസ്റ്റസ് വരുമോ, സച്ചസ് വരുമോ, ബോത്ത് വരുമോ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സം പീപ്പിൾ ആർഗ്യൂ ദാറ്റ് സർട്ടൻ ഓറിയന്റൽ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയാം. ഇനി അത് ഏതൊക്കെയാണെന്ന് പറയുക? യോഗയും മെഡിറ്റേഷനും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സച്ചസ് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്താണ് സച്ചസ്? ഓക്കെ, കുറേ ഓറിയന്റൽ ടെക്നിക്സിനെ കുറിച്ച് പറയുന്നു. അത് ഏതൊക്കെയെന്ന് വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ സച്ചസ് എന്നായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷീ കീപ്സ് സേയിങ് ദാറ്റ് ഷീ ഹാസ് ഗോട്ട് ഡാഷ് പേഷ്യൻസ് വിത്ത് കിഡ്സ് but forgets that she didn't have dash before she gave birth to her own kids. ഇവിടെ നോക്കുക, ഇവിടെ പേഷ്യൻസ് വന്നിട്ടുണ്ട്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു നൗൺ ഫോമാണ്. ഇപ്പം നൗൺ ഫോമിന് തൊട്ട് മുമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമ്മൾ നോക്കണം. ഇവിടെ ഇനഫ്, ടു മെനി, സച്ച്, സോ. നമുക്ക് സോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താണ് സോ? നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വെട്ടാം, ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മെനി വന്ന സ്ഥിതിക്ക് മെനി നമ്മളെപ്പോഴും എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്? കൗണ്ടബിൾ ആയതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പേഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. പേഷ്യൻസ് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് നമുക്കിതിനെ കളയാം. ഇനി നമ്മുടെ കയ്യിൽ ഇനഫും ഉണ്ട്, സച്ചും ഉണ്ട്. അതിന് ഇതിനെ ആശ്രയിച്ചാൽ നമുക്ക് ഇനഫ് കൊടുത്ത് നോക്കാം. എന്താണ്? ഷീ കീപ്സ് സേയിങ് ദാറ്റ്. അവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഷീ ഹാസ് ഗോട്ട് ഇനഫ് പേഷ്യൻസ്. അവൾക്ക് മതിയായ പേഷ്യൻസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ വേണ്ടുന്ന പേഷ്യൻസ് ഉണ്ട്. എന്തിനോടൊപ്പം? വിത്ത് കിഡ്സ്, കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള. ബട്ട് ഫോർഗെറ്റ്സ്, പക്ഷെ അവൾ മറക്കുന്നു ദാറ്റ് ഷീ ഡിഡ്ന്റ് ഹാവ്, അവൾക്കില്ലായിരുന്നു എന്ന്. അത്രത്തോളം പേഷ്യൻസ് ഇല്ലായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ അത്രത്തോളം എന്ന് വരണം. അതായത് നൺ എന്ന് പറയുന്ന വാക്കിനില്ല അങ്ങനെ അത്രത്തോളം, അതില്ല എന്നർത്ഥം. അപ്പോൾ അത്രത്തോളം എന്ന് വരണമെങ്കിൽ ആസ്മച്ച് ആണ്, ആസ്മച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറക്റ്റ് ആൻസർ ഇനഫും ആസ്മച്ചുമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ന്യൂ പാറ്റേൺ സ്റ്റൈലുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇനി നടക്കാൻ പോകുന്ന +2 മെയിൻ പരീക്ഷ, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷ, അങ്ങനെയുള്ള പല പരീക്ഷകൾക്കും ഇതൊക്കെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ ഏതായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ മൊബൈൽ ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.